ഹലോ ഗൈസ്, വെൽക്കം ടു ബർലി ടോക്കി. ഗൈസ്, ഇന്ന് ഞാൻ എന്തെങ്കിലും വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നെ മഴ ചതിച്ചു ഗൈസ്. ഇവിടെ മഴ പെയ്ത് ഫുൾ കൊളായി. അങ്ങനെ എൻ്റെ പ്ലാനിങ് ഫുൾ തെറ്റിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് മഴേനെ കുറിച്ച് വ്ളോഗ് ഇടാറുണ്ട്. സോ ദിസ് വൺ ഈസ് ഫോർ പീപ്പിൾ ഹൂ ലവ് മഴ. ഗൈസ്, മഴേനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴ അടിപൊളിയാണ് ഗൈസ്. പക്ഷേ ഇവിടുത്തെ മഴ വലിയ രസമൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇടിയൊക്കെ വെട്ടി മിന്നലൊക്കെ അടിച്ച് ചെറിയ മഴ പെയ്തു, ലാസ്റ്റ് ഭീകര മഴയായി. ഞങ്ങൾ വയനാടായതുകൊണ്ട് ഉരുള് പൊട്ടുപോയെന്നൊക്കെ പേടിച്ച് ലാസ്റ്റ് ആ മഴ പോകുമ്പോൾ നല്ല രസമായിരിക്കും, ഒന്ന് പേടിപ്പിച്ചിട്ടങ്ങ് പോകും. ഇവിടുത്തെ മഴ ചുമ്മാ ചാറിക്കൊണ്ടിരിക്കുള്ള പ്ലാനൊക്കെ തെറ്റിക്കും. വെറുതെ തണുത്തിട്ടാണെങ്കിൽ പുറത്തിറങ്ങാനും പറ്റില്ല, ആ സീനായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിച്ചു എൻ്റെ വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്, അപ്പം മഴയും കണ്ട് പാർക്കിൽ കൂടെ നടക്കാം. പക്ഷേ ഞാൻ പാർക്കിലെത്തിയപ്പോൾ മഴയും പോയി ഗൈസ്, സീനായി. അപ്പോൾ ഞാൻ പാർക്ക് കാട്ടിത്തരാം ഗൈസ്, ഇതാണ് പാർക്ക്. അപ്പം ഞാൻ ഗൈസ് എൻ്റെ പാർക്കിൽ നിന്ന് ഞാൻ വിട്ടുപിടിച്ച് അവിടെ ഒരു സാധനം പോലും കാണാനില്ല. അവിടെ ഫുൾ മഴ പെയ്ത് കൊളായിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വരാമെന്ന് വിചാരിച്ച സ്ഥലത്ത് തന്നെ ലാസ്റ്റ് വന്നു. ഇവിടെ വന്നിട്ട് മഴയാണ്, എന്ത് സീൻ മഴയാണിത് ഗൈസ്. ഞാനുള്ളത് അലക്സാണ്ടർ പ്ലാറ്റ്സിൽ. ജർമ്മനിയിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അലക്സാണ്ടർ പ്ലാറ്റ്സ്. ഈ വന്നവരൊക്കെ ടൂറിസ്റ്റാണ് ഗൈസ്. ഇവിടെ ഒരു സ്കൾപ്ചർ ഉണ്ട്, ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം എല്ലാവരും ഒരു സ്കൾപ്ചറിൻ്റെ മുമ്പിൽ നോക്കി നിൽക്കുകയാണ്. ഇത് ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഏതോ ഗ്രീക്ക് ആളാണെന്നാണ് തോന്നുന്നത്. ബോഡിയും ആ കുന്ന പോലത്തെ സാധനമൊക്കെ കണ്ടിട്ട് ഇവന്മാരയിലാണ് ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാവുക. എന്തായാലും കൊള്ളാം ഗൈസ്. ഗൈസ്, അവിടെ കുറേ ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്. അവർക്ക് ഒരു ഗൈഡ് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ പോയെന്നു എല്ലാവരും എൻ്റെ നോക്കണ്. ഞാനവിടുത്തെ സ്കൂട്ടായി ഗൈസ്. ഇവിടെ വേറൊരു സാധനമുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വലിയ ടവർ, TV ടവർ. ഈ ടവറാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ടവറിന് പേര് പറയുന്നത്. ഗൈസ്, ഈ ടവറിൻ്റെ മെയിൻ യൂസേജ് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. TV സിഗ്നൽസ്, റേഡിയോ സിഗ്നൽസ് ഒക്കെ ഇവിടെ നിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു അമുട്ടൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ കയറണമെങ്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം. പിന്നെ അലക്സാണ്ടർ പ്ലാസയിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ സ്ഥലത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെനസ്ഡേ വരികയായിരുന്നു. ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ടവറിൻ്റെ പുറകിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ ഫ്രീ ഫുഡ് കിട്ടും റെഫ്യൂജീസിന് വേണ്ടി. പാകിസ്ഥാൻകാരായിരുന്നു ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇന്ത്യൻ ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്ത്യൻ ചായയൊക്കെ തരും. ലാസ്റ്റ് ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് തന്നെ ആൾക്കാർ കൂടാൻ തുടങ്ങിയപ്പോൾ ചടപ്പായിട്ട് ഞങ്ങൾ നിർത്തി ഗൈസ്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു, നൈസ് മെമ്പേഴ്സാണ് അവർ ഗൈസ്. ഇനി പുറകിൽ കാണുന്നതാണ് റെഡ് സിറ്റി ഹാൾ. ഇവിടെ റോട്ടസ് റാത്തൂസ് എന്ന് പറയും. ഇവിടെയാണ് മേയറൊക്കെ താമസിക്കുന്നത് ഗൈസ്. ഇവിടെ വേറൊരു സംഭവമുണ്ട്, ഒരു ക്ലോക്കാണ്, അടിപൊളി ക്ലോക്കാണ് ഗൈസ്. ആ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു 140 സിറ്റീസിൻ്റെ ടൈം കാട്ടുന്നതാണ് പറയുന്നത്. അടിപൊളി ക്ലോക്കാണ് ഗൈസ്. സോ ഗൈസ്, ഇതാണ് ആ ക്ലോക്ക്. ഇതെന്ത് ക്ലോക്കാണ് ഇത്? നോക്കിയിട്ട് എങ്ങനെ സമയം പറയാനാണ്. ഈ ക്ലോക്കിൽ 140 സിറ്റീസിൻ്റെ ടൈമൊക്കെ പറയുന്നതാണ് പറയുന്നത്. പക്ഷെ എങ്ങനെ നോക്കണ്ടേന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും വാച്ച് ഉണ്ട്, ഞാനത് നോക്കി എന്തായാലും ടൈം കണ്ടുപിടിച്ചോളാം ഗൈസ്. ഗൈസ്, നേരം ചെറുതായിട്ട് ഇരുട്ടി ഗൈസ്. ഇവിടെ കാണിക്കാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഞാൻ വന്ന സമയം അത്ര നല്ല സമയമല്ല ഗൈസ്. ഗൈസ്, ഇനിയും ഞാൻ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ പണിക്ക് പോകാൻ പറ്റില്ല ഗൈസ്, സിക്ക് എടുക്കേണ്ടി വരും. സോ ഗൈസ്, പകലാം ഗൈസ്.